മറ്റൊരു ദിവസത്തെ സുപ്രഭാതം പൊട്ടിവിടുന്നിരിക്കുകയാണ്. എല്ലാവരും പുറത്തേക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ആൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഉച്ചവറായി. പക്ഷെ എനിക്കൊരു മട്ടാഞ്ചേരി വൈബില്ലേ? മട്ടാഞ്ചേരി വൈബിലാണോ നിനക്ക്? തായ്ലൻഡ് വരെ വന്ന് മൊത്തത്തിൽ ഭൂപ്രകൃതിയൊക്കെ ഭയങ്കര കേരളമായിട്ട് സിനിമറാണ്. നിങ്ങൾക്ക് സമയത്തൊന്നും ഇറങ്ങാറില്ല, എപ്പോഴും ഭയങ്കര ലേറ്റ്. വിളിച്ചു, പക്ഷെ ഞങ്ങൾ സമയത്ത് ഇറങ്ങിയില്ലേ? നിങ്ങളെ പോലെ നിന്നില്ലല്ലോ സാറ്. സാറ് ഏതെങ്കിലും സ്പോർട്സ് ടീമിന്റെ ട്രെയിനറാണോ സാറ്? ബീച്ച് വരുന്ന കോലം. സുന്ദരൻ ലോക സുന്ദരൻ. ക്രിക്കറ്റ് കോച്ചിനെ പോലൊക്കെ തോന്നുന്നു. ഉച്ചക്കായി ബ്രഞ്ച് കഴിക്കുമ്പോ പൂൾ എപ്പി இருக்கீங்க? ബാക്കില് ട്രെയിനർ ഉള്ളതാ പ്രശ്നം. നല്ല പൊരി വെയിലുണ്ട് ഇവിടത്തെ. ഉച്ചയ്ക്ക് 12 മണി. സോ അതുകൊണ്ട് തന്നെ നല്ല പൊരി വെയിലാണ്. എല്ലാവരും സൺസ്ക്രീനൊക്കെ ഇട്ട് വാരി പൊത്തി ഇറങ്ങിയിട്ടുണ്ട്. തായ്ലൻഡ് വെച്ച് നമുക്ക് വേടനെ കിട്ടിയിരിക്കുകയാണ്. ഒരു ഗോവൻ സ്ട്രീറ്റ് വൈബ് തന്നെയല്ലേ കുറേയൊക്കെ. പക്ഷേ ഗോവയെ കാണാത്ത ഒരു സാധനം ഇവിടെ വഴിനീളുണ്ട്. എന്താ? കഞ്ചാവ്. ഇവിടെ കഞ്ചാവ് ലീഗലാണ്. അപ്പോൾ എല്ലായിടത്തും കുറേ കടകൾ കാണാം. അത് നമുക്ക് ഗോവയെ കാണാൻ പറ്റില്ല. ഇവിടുത്തെ എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ച് നടന്നാലും മൊത്തം ചിക്കൻ മസാല, ഗാർലിക് നാൻ നമ്മുടെ ഐറ്റംസാണ്. ഇവിടെ മൊത്തം ഇന്ത്യക്കാരുടെ കടകൾ. മോഹൻലാലിനൊക്കെ അറിയാം. മോഹൻലാൽ ഫാൻ എന്ന് പറഞ്ഞാൽ കച്ചവടം കേട്ട് എന്തൊക്കെയാണ് പറയുന്നല്ലേ? ചിലപ്പോൾ അറിയായിരിക്കും. Very good, yeah. Mohanlal. മോഹൻലാൽ. Oh, I like very much. Big fan of him. Okay, we also. തായ്ലൻഡിനുണ്ടല്ലോ ലാലേട്ടൻ പിടിയുന്നു. ലാലേട്ടൻ 50 എന്നുള്ള കോഡ് പറഞ്ഞാൽ ഇവിടെ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഓനാങ് ബീച്ചിൻ്റെ അടുത്തേക്ക് നടന്നെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പം റെയിൽവേ ബീച്ചിൽ നിന്ന് നടന്നതാ ഈ പരിപാടിക്കാണ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 7 പേർക്ക് പോകാനായിട്ടുള്ള ടിക്കറ്റ് എടുക്കുകയാണ്. 2 വേ 200 ബാട്ടാണ്. 200 ബാട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 600 550 to 600 റേഞ്ചാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനായിട്ട്. Which is first ticket? Up to you, yeah. Either for come back, for go. Yeah. We can buy food and go there. We can buy food from here. Take food in boat. How long? 5 minutes. 5 minutes. Quickly, yeah. പെട്ടെന്ന് മേടിക്കാം കേട്ടോ. പെട്ടെന്ന് Quickly. നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ട് നമ്മൾക്ക് 7 പേർക്കുള്ള വണ്ടിയിലേക്ക് കയറുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങി നടന്ന് അകത്തോട്ട് പോയിട്ടാണ് നമ്മൾ ബോട്ട് കയറേണ്ടത്. ലാഭമാട്ടോ.
അതാണ് റെയിൽവേ ബീച്ച്. നമ്മൾ റെയിൽവേ ബീച്ചിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. കണ്ടില്ലേ, ചത്ത സാധനങ്ങളെ പോലെ. പോസ്റ്റർ കറക്റ്റാണ്, തെറ്റാണ് ഉണ്ടെങ്കിൽ. ശരിയാ. റെസ്പോൺസിബിൾ ട്രാവലേഴ്സ് ആണ്. ഇതെല്ലാം നമ്മൾ ഡസ്റ്റ്ബിന്നിലിടണം. അതിനകത്തുള്ള റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ്. സാൻഡ് സീ റിസോർട്ട്. ഇവിടെ കുറേ ക്യാഫേസും പരിപാടികളൊക്കെ ഉണ്ട്. നമുക്കെല്ലാം നോക്കി പോവാം. അപ്പോൾ അവിടെ നിന്ന് കഴിച്ച പാട്തായി എന്ന് പറയുന്ന സാധനം, ആ സ്ട്രീറ്റ് ഫുഡ് ഇന്നലെ കഴിച്ചത് 150 ബാട്ടായിരുന്നു. നമ്മളോർത്ത് ആ സെറ്റപ്പിൽ കുറവായിരിക്കും. പക്ഷേ ഇവിടെ വന്നിട്ടും ഇവിടുത്തെ കഫേകളിൽ 80 ഉള്ളൂ. അപ്പോൾ അതെവിടെ റേറ്റ് കൂടുതലാണെന്നാണ് നമുക്ക് മനസ്സിലായത്. ഇവിടെ എഴുതി വെച്ചേക്ക്, ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്, സ്മോക്ക് ആൻഡ് ഫ്ലൈ. അവിടെ ഇങ്ങനെ പോയി ഇങ്ങനെ വരാടാ. ഞാൻ വേറെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. വിഷ്ണു ഇവിടെ ഇപ്പോൾ നമ്മളിങ്ങനെ നടന്നു വന്ന സമയത്ത് ഇവിടെ ഷേക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഷേക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഒരു മാംഗോ ഷേക്ക് അടിക്കാം. അപ്പോൾ നേരെ മുകളിൽ കയറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വ്യൂവാ ഇവിടെ നിന്നപ്പോഴത്തേക്കും മഴയായി. അപ്പോൾ നമ്മളിവിടെ റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഏകദേശം വൈകിട്ട് 4:30 ആവുന്നു. ഞങ്ങളിവിടെ കടലിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നടന്നു വന്ന വഴിക്ക് സാൻഡവിൻ്റെ സെൻറ്ററിൽ എത്തിച്ചേക്കേണ്ട പാൻ കേക്ക് തന്നെ പോകണം. പഴം ചോക്ലേറ്റ് ആണ് അല്ലേ? അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ വലിയൊരു ജേണി ആയിരുന്നു അല്ലേ, ഒരുപാട് നേരം എടുത്തൊരു ജേണി ആയിരുന്നു. ഇവിടെ നിന്ന് പോയി ഇവിടെ തന്നെ വന്നെത്തി. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എത്തിയപ്പോഴേക്ക് നല്ല മഴ. നമുക്ക് റൂമെത്തിയിട്ട് കഴിക്കാൻ പോകുന്ന കാര്യം വൃത്തിയായി തുണിയൊക്കെ ഉണക്കിയിടുന്നു.
രാത്രിയായപ്പോൾ ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിരിക്കണം, നടക്കാനും കാഴ്ചകൾ കാണാനും ആഹാരം കഴിക്കുവാനുമായിട്ട്. മാങ്ങ കട്ട് ചെയ്ത് കുറച്ച് നാടൻ തായ്ലാൻഡ് മാങ്ങ കഴിക്കാം. നമ്മൾ ഇന്ത്യൻ ഫുഡിൽ നിന്ന് ഒളിച്ചോടുമ്പോൾ ഓടി ഒളിക്കുമ്പോൾ ഇവിടെ ഉള്ള കടക്കാർ മൊത്തം ഇന്ത്യക്കാരായേ സാർ ജി സാർ ആയേ സാർ. Second, silakan. Scan. Okay. Oh, you scan me? Can you scan? ചൂടാ